എല്ലാവർക്കും എൻ്റെ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം ഇനേഷ്യ ഓഫ് റെസ്റ്റ് നിശ്ചല ജഡത്വം, ഇനേഷ്യ ഓഫ് മോഷൻ ചലനജഡത്വം, അതുപോലെ ദ റിലേഷൻ ബിറ്റ്വീൻ മാസ് ആൻഡ് ഇനേഷ്യ, മാസും ഇനേഷ്യയും തമ്മിലുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങൾ നാം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ന് നാം ഒരു പുതിയ ഭാഗത്തേക്ക് കടക്കുന്നു, മൊമെന്റം അല്ലെങ്കിൽ ആക്കം. എൻ്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് ബോൾ ഉണ്ട്. ഈ പ്ലാസ്റ്റിക് ബോൾ ഞാൻ എൻ്റെ തലയിൽ വെറുതെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, വേദനിക്കാൻ സാധ്യതയില്ല. ഈ ബോൾ ഞാനൊരു 50 സെന്റിമീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് കൃത്യമായി എൻ്റെ തലയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കുമോ? ചെറിയൊരു വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എന്നാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. എന്നാൽ ഈ ബോളിന്റെ സ്ഥാനത്ത് ഞാൻ ഒരു ഇരുമ്പിന്റെ ബോൾ എടുത്തിട്ട് 50 സെന്റിമീറ്റർ ഉയരത്തിൽ വെച്ച് ആ ബോൾ കൃത്യമായി എന്റെ തലയിലേക്ക് ഇട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? എന്റെ കിളി പോലെ നമ്മൾ ടോം ആൻഡ് ജെറിയിലെ കാണുന്ന പോലെ ടോമിന്റെ ജെറിയുടെയൊക്കെ തലയിൽ എന്തെങ്കിലും വന്നു വീഴുമ്പോൾ കുറെ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്ന ഒരു കാഴ്ച കാണാൻ പറ്റും. ഇതിന്റെ ക്ലാസ് എടുക്കാൻ പോലും എനിക്ക് പറ്റില്ല, അല്ലെ? അപ്പോൾ എന്തുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് ബോൾ അതുപോലെ തന്നെ ഒരു ഇരുമ്പിന്റെ ബോൾ ഒരേ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇടുമ്പോൾ ഒന്നിന് ഇമ്പാക്ട് അല്ലെങ്കിൽ ആഘാതം കുറയുന്നു, മറ്റേതിന് ആഘാതം കൂടുന്നു അല്ലെങ്കിൽ ഇമ്പാക്ട് കൂടുന്നു? നമുക്കൊന്ന് ഇതിനെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്യാം. അപ്പൊ എന്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് 2 ബോളിനെ കുറിച്ചാണ്. ഒന്ന് ഇരുമ്പിന്റെ ബോൾ, അതുപോലെ ഒന്ന് പ്ലാസ്റ്റിക്കിന്റെ ബോൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇരുമ്പിന്റെ ബോൾ ആണെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ ബോൾ ആണെങ്കിലും അതിന്റെ തലയിൽ വെറുതെ വെക്കുകയാണെങ്കിൽ there is no impact. അവിടെ യാതൊരു തരത്തിലുള്ള ആഘാതം ഉണ്ടാവില്ല. അതായത് when the plastic ball and the metal ball are in rest, they don't have the capacity to produce an impact. ഇരുമ്പിന്റെ ബോളും പ്ലാസ്റ്റിക്കിന്റെ ബോളും നിശ്ചലാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവയ്ക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. നേരെ മറിച്ച് ഇരുമ്പിന്റെ ബോൾ അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ബോൾ 50 സെന്റിമീറ്റർ ഉയരത്തിൽ താഴെ ഇടുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? They began to move. അവ ചലിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ചലിക്കുമ്പോഴല്ലേ അവയ്ക്ക് ആഘാതം അല്ലെങ്കിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചത്? അതെ, ഈ 2 ബോളിനും എന്റെ തലയിൽ ആഘാതം ഉണ്ടാക്കാൻ സാധിച്ചത് ചലിച്ചപ്പോഴാണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ചലിക്കുന്ന വസ്തുക്കൾക്ക് ആഘാതം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. So every moving object have the capacity to produce an impact. ചലിക്കുന്ന വസ്തുക്കൾക്കെല്ലാം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയാണെങ്കിൽ now we are going to analyze what are the factors that affect the impact. ഈ ഇമ്പാക്റ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ പ്ലാസ്റ്റിക്കിന്റെ ബോളും അതുപോലെ ഇരുമ്പിന്റെ ബോളും 50 സെന്റിമീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇടുമ്പോൾ ഏത് ബോളിനാണ് എന്നിൽ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചത്? ഓഫ് കോഴ്സ് ഇരുമ്പിന്റെ ബോളിനാണ്. വാട്ട്സ് ദ റീസൺ? സിമ്പിൾ ആണ്. ഇരുമ്പിന്റെ ബോളിന് പ്ലാസ്റ്റിക്കിന്റെ ബോളിനേക്കാൾ മാസ് കൂടുതലാണ്. അപ്പോൾ അവിടെ ഇമ്പാക്റ്റിനെ സ്വാധീനിച്ച ഒന്നാമത്തെ ഘടകം എന്താണ്? ഡെഫിനറ്റ്ലി മാസ്. മാസ് കൂടുന്നതനുസരിച്ച് ഇമ്പാക്ട് കൂടുന്നു, മാസ് കുറയുന്നതനുസരിച്ച് ഇമ്പാക്ട് കുറയുന്നു. Now let's analyze what is the second factor. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, ഈ 50 സെന്റിമീറ്റർ എന്നുള്ളത് ഞാനൊരു 2 മീറ്റർ ഉയരത്തിൽ നിന്ന് ഇരുമ്പിന്റെ ബോൾ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആഘാതം എന്തായിരിക്കും? ഏതിനായിരിക്കും ആഘാതം കൂടുതൽ? 2 മീറ്റർ ഉയരത്തിൽ നിന്ന് ഇരുമ്പിന്റെ ബോൾ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആഘാതം 50 സെന്റിമീറ്റർ ഉയരത്തിൽ നിന്ന് ഇടുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. Why? കാരണം 50 സെന്റിമീറ്റർ ഉയരത്തിൽ താഴേക്ക് വീഴുന്ന ഇരുമ്പ് ബോളിന്റെയും 2 മീറ്റർ ഉയരത്തിൽ താഴേക്ക് വീഴുന്ന ഇരുമ്പ് ബോളിന്റെയും വെലോസിറ്റി ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ പ്രവേഗം വ്യത്യസ്തമാണ്. ഏതിനാണ് പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി കൂടുതൽ? ഓഫ് കോഴ്സ് 2 മീറ്റർ ഉയരത്തിൽ താഴേക്ക് വീഴുന്ന ബോളിന് വെലോസിറ്റി കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട്സ് ദ സെക്കൻഡ് ഫാക്ടർ ദാറ്റ് അഫക്ട് ദ ഇമ്പാക്ട്? ദ വെലോസിറ്റി ഓഫ് എ ബോഡി. വസ്തുവിന്റെ പ്രവേഗമാണ്. സോ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവറി മൂവിംഗ് ഒബ്ജക്ട് ഹാസ് ദ കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് ആൻ ഇമ്പാക്ട്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ആഘാതം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ മെയിൻലി 2 ഫാക്ടേഴ്സ്. വൺ ഈസ് മാസ് ആൻഡ് ദി അദർ ഈസ് വെലോസിറ്റി. ഈ ആഘാതത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളുണ്ട്. ഒന്ന് മാസ്, 2
ആ വസ്തുവിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേകതയ്ക്ക് പറയുന്ന പേരാണ് മൊമെന്റം അല്ലെങ്കിൽ ആക്കം. സോ മൊമെന്റം ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ മൂവിംഗ് ബോഡി. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ ഒരു സ്വഭാവ സവിശേഷതയാണ് മൊമെന്റം അല്ലെങ്കിൽ ആക്കം. So this momentum can be expressed as momentum is equal to mass into pravegam, or we can say that momentum is equal to mass into velocity. Momentum എന്നുള്ളത് it is denoted by the word capital P. So P is equal to mass m into velocity v. So we can write the equation for momentum P is equal to m into v. Now, can you derive the unit of momentum from this equation? It is very easy. We know that the unit of mass is kilogram and the unit of velocity is meter per second. So, the unit of momentum becomes kilogram meter per second. So, the unit of momentum is kilogram meter per second. അപ്പോൾ മൊമെന്റത്തിന്റെ കാര്യം പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, വസ്തുക്കളുടെ മാസ് കൂടുന്നതനുസരിച്ചിട്ട് മൊമെന്റം കൂടാനുള്ള സാധ്യതയുണ്ട്. മാസ് കൂടിയതുകൊണ്ട് മാത്രം കാര്യമില്ല, ആ വസ്തുക്കൾ ചലിച്ചാൽ മാത്രമേ അതിന് മൊമെന്റം ഉണ്ടാവുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു വസ്തു 10 കിലോഗ്രാം മാസുള്ള ഒരു ബോൾ, ഇറ്റ് റിമെയിൻസ് അറ്റ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, നിശ്ചലാവസ്ഥയിൽ ഇരിക്കുകയാണ് എങ്കിൽ അതിന് മൊമെന്റം ഉണ്ടാകുമോ? കാരണം നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന വസ്തുവിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം 0 ആണ്. സോ പ്രവേഗം 0 ആണെങ്കിൽ when we multiply with mass, momentum becomes 0. So വസ്തുക്കൾക്ക് മാസ് ഉണ്ടായതുകൊണ്ട് മാത്രം മൊമെന്റം ഉണ്ടാവണമെന്നില്ല, ആ വസ്തു ചലിച്ചാൽ മാത്രമേ ആ വസ്തുവിന് മൊമെന്റം അല്ലെങ്കിൽ ആക്കം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് നാം നേരത്തെ പറഞ്ഞത് മൊമെന്റം ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മൂവിംഗ് ഒബ്ജക്ട്സ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ പ്രത്യേകതയാണ് മൊമെന്റം എന്ന് നേരത്തെ പറഞ്ഞത്. നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കലായ വശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് നോക്കാം. ഉദാഹരണത്തിന് ഒരു പ്രോബ്ലം സോൾവ് ആയിട്ട് കഴിയുമ്പോൾ അതിന്റെ ചില പ്രാക്ടിക്കലായ വശങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് 1000 കിലോഗ്രാം മാസുള്ള ഒരു കാർ റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ can you calculate the momentum of that car? So P is equal to m into v. So 1000 into 10 is equal to 10,000 kilogram meter per second. അപ്പോൾ 1000 കിലോഗ്രാം മാസുള്ള കാർ 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിലാണ് പോകുന്നതെങ്കിൽ അതിന്റെ ആക്കം അല്ലെങ്കിൽ മൊമെന്റം 10,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് കണ്ടത്. എന്നാൽ ഇതേ കാർ 10 മീറ്റർ എന്നുള്ളത് മാറ്റിയിട്ട് 100 മീറ്റർ പെർ സെക്കൻഡ് ആക്കിയാലോ, how much will be the momentum? So the momentum will become 1000 into 100, 1 lakh kilogram meter per second. അപ്പോൾ ഒരേ മാസുള്ള കാർ വ്യത്യസ്തമായ പ്രവേഗത്തോടെ പോകുമ്പോൾ പ്രവേഗം കൂടുന്നതനുസരിച്ചിട്ട് മൊമെന്റം അല്ലെങ്കിൽ ആക്കം കൂടുന്നു, പ്രവേഗം കുറയുന്നതനുസരിച്ചിട്ട് മൊമെന്റം അല്ലെങ്കിൽ ആക്കം കുറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് കാറിനാണ് ഇമ്പാക്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ? ഓഫ് കോഴ്സ് 100 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ പോകുന്ന കാറിനാണ് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യത. അതുകൊണ്ട് ഓവർ സ്പീഡിൽ അല്ലെങ്കിൽ അമിതമായ വേഗത്തിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ആ വാഹനങ്ങൾക്ക് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കുക. മറ്റൊരു ഫാക്ടർ, ഇനി ആദ്യത്തെ കേസ് നമുക്കൊന്ന് വീണ്ടും ഒന്ന് പരിഗണിക്കാം. നേരത്തെ 1000 കിലോഗ്രാം മാസുള്ള കാറിൽ കുറച്ച് ആൾക്കാർ കയറി കഴിഞ്ഞപ്പോൾ കാറിന്റെ മാസം 1500 കിലോഗ്രാം ആയി. ഈ കാർ 10 മീറ്റർ പെർ സെക്കൻഡിൽ തന്നെ ഓടുന്നു. Then how much will be the momentum? So momentum will be 1500 into 10 is equal to 15,000 kilogram meter per second. അതായത് കാറിന്റെ മാസ് കൂടുന്നതനുസരിച്ചിട്ട് വെലോസിറ്റി സെയിം തന്നെയാണെങ്കിൽ മൊമെന്റം അല്ലെങ്കിൽ ആക്കം കൂടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് കാറിനാണ് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യത? മാസ് കുറഞ്ഞ കാറിനാണോ മാസ് കൂടിയ കാറിനാണോ? മാസ് കൂടിയ കാറിന് ആഘാതം അല്ലെങ്കിൽ ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഓവർലോഡഡ് ആയി വാഹനങ്ങൾ ഓടിക്കുകയാണെങ്കിൽ അവിടെ ഇമ്പാക്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു ഫാക്ടർ നൽകിയാൽ ഇതേ ഓവർലോഡഡ് ആയ ഒരു വാഹനം 1500 കിലോഗ്രാം മാസുള്ള വാഹനം നേരത്തെ 10 മീറ്റർ പെർ സെക്കൻഡിലാണ് ഓടിയിരുന്നത്. ഈ 10 മീറ്റർ പെർ സെക്കൻഡിനെ
ഈ വാഹനത്തിന്റെ സ്പീഡ് 100 മീറ്റർ പെർ സെക്കൻഡ് ആക്കി എന്ന് വിചാരിക്കുന്നു. Then how much will be its momentum? So its momentum will be 1500 into 100 is equal to 1,50,000 kilogram meter per second. അപ്പൊ ആലോചിച്ച് നോക്കുക, ഈ ഓവർലോഡായ കാർ ഓൾറെഡി ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഓവർലോഡഡ് ആയിട്ടുള്ള വെഹിക്കിൾ സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇമ്പാക്ട് ഉണ്ടാവാനുള്ള സാധ്യത വീണ്ടും കൂടുന്നു. അതുകൊണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രാക്ടിക്കലായ വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾ ഓവർ സ്പീഡിൽ ഓടിക്കുന്നതും അതുപോലെ തന്നെ ഓവർലോഡായി വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂട്ടുന്നു. So let's conclude. Momentum is the characteristic property of moving objects. It is calculated by P is equal to M into V and its unit is kilogram meter per second. Momentum എന്ന് പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ പ്രത്യേകതയാണ്. മൊമെന്റം അല്ലെങ്കിൽ ആക്കം നാം കണക്കാക്കുന്നത് P is equal to മാസ് ഇൻറ്റു പ്രവേഗം എന്ന സമവാക്യം ഉപയോഗിച്ചിട്ടാണ്. അതിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാണെങ്കിൽ ആ വസ്തുവിന്റെ മൊമെന്റം അല്ലെങ്കിൽ ആക്കം 0 ആയിരിക്കും. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്കാണ് മൊമെന്റം ഉണ്ടാവുക. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസ് കൂടുന്നതനുസരിച്ചിട്ട് മൊമെന്റം കൂടുന്നു, മാസ് കുറയുന്നതനുസരിച്ച് മൊമെന്റം കുറയുന്നു. അതുപോലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ വെലോസിറ്റി കൂടുന്നതനുസരിച്ചിട്ട് മൊമെന്റം കൂടുന്നു, വെലോസിറ്റി കുറയുന്നതനുസരിച്ചിട്ട് മൊമെന്റം കുറയുന്നു. So I put today. See you in the next class. Thank you.